കറക്റ്റ് അല്ലേ? 5, 12, ബാലൻസ് 1. യെസ്, കറക്റ്റ് ആണ്. 10,125 ഈസ് മൈ ആൻസർ. ഓക്കെ, 125. അപ്പോൾ അത് ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫുഡിനും ക്ലോത്ത്സിനും ട്രാൻസ്പോർട്ടിനും കൂടെ വേണ്ടി ചിലവാക്കിയ പൈസയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 4:5. അപ്പോൾ നമ്മൾ ഫുഡിനും ക്ലോത്ത്സിനും വേണ്ടി ചിലവാക്കിയ പൈസ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിൻ്റെ 1/3 ആണ്. അപ്പോൾ ഇതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആണ്. 3 ബാലൻസ് 1, 3 ബാലൻസ് 2, 7 ബാലൻസ് 1, 5. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടും ക്ലോത്ത്സിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് 3375 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് 3 to 4 ആണ്. നമുക്ക് ഇൻറ്റു 5/9 എന്ന് ചെയ്യാം അല്ലേ? 3 + 2 5 ആണ്, 5 + 4 9 ആണ് ടോട്ടൽ. അപ്പോൾ ഇൻറ്റു 5/9 എന്ന് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് കിട്ടുക? 3 ബാലൻസ് എന്താണ്? 27 എന്ന് പറയുമ്പം 6 എന്ന് കിട്ടും. 7 ഉണ്ട്, ബാലൻസ് എത്ര കിട്ടും? 4 കിട്ടും. 375 × 5 അല്ലേ? 375 × 5 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3750യുടെ ഹാഫ് എടുക്കാം. ഹാഫ് എടുക്കുമ്പോൾ ഇവിടെ 1 ബാലൻസ് 1, 8 ബാലൻസ് 1, പിന്നെന്താണ് 7 ബാലൻസ് 1, 5. സോ എന്താണ് കിട്ടുന്നത്? 1875. ഫുഡിനും ക്ലോത്ത്സിനും കൂടെ ചിലവാക്കുന്ന പൈസ 1875 ആണ്. എഗെയിൻ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ 2x/5 ആണ് നമ്മൾ ചിലവാക്കുന്നത്. അപ്പോൾ 10125 × 2/5 ആണ് അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും, ഇവിടെ 0 കിട്ടും, ബാലൻസ് 1, 5, ഇവിടെ 2 കിട്ടും, 25 × 2 ചെയ്യുമ്പോൾ 5 അല്ല 2 × 2 ചെയ്യുമ്പോൾ എന്താണ്? 5 × 2 10, ബാലൻസ് 1, 5, 0. 4050 ആണ് നമ്മൾ എന്തിനു വേണ്ടി ചിലവാക്കുന്നത്?